ഏത്തപ്പഴം, 2 ഏത്തപ്പഴമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇത് വെളിച്ചെണ്ണയാണ്, ഇത് പഞ്ചസാര, പിന്നെ ഇത് ഏലക്കപ്പൊടി. കല്ല്, ഈ കല്ലിന് കുറഞ്ഞതൊരു 40-50 വർഷം പഴക്കമുണ്ടാകും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് വെണ്ടയ്ക്കയുടെ വിത്തിടണുണ്ടാവും വെള്ളത്തിൽ. ചെറുപയറ്റിൻ പരിപ്പിൻ്റെ ഒരു കഞ്ഞി പോലത്തെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടത്. ഇത് പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴും പിന്നെ പ്രായമുള്ളവർക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഡിഷാണ് കേട്ടത്. ഏത്തക്കയുടെ അലുവ റെഡി ആയിട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരാഴ്ച മുമ്പ് നമ്മുടെ വെണ്ടക്കയുടെയും പയറിൻ്റെയും വിത്ത് നമ്മൾ കുതിർക്കാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം വളർന്നിട്ടുണ്ട്, അത്യാവശ്യം ചെടി വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചും കൂടി വെണ്ടക്കയുടെ വിത്തുകൾ കുറച്ചും കൂടി കുതിർക്കാനിടാൻ വേണ്ടി പോകണേ. കാരണം എന്ന് വെച്ചാൽ കുറച്ചധികം ഗ്രോ ബാഗ് ഉണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ വിത്ത് ഞങ്ങളൊന്നും കൂടി ഈ പറഞ്ഞ പോലെ സൂഡോമോണോസിൽ ഇടാൻ വേണ്ടി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ VFPCക്ക് എന്ന് മേടിച്ച വിത്താണ് കേട്ടോ. ഈ വിത്തിൽ ഇത് പയറിൻ്റെയാണ്. ഇതിനകത്ത് ഏകദേശം ഒരു 30-40ഓളം പയറിൻ്റെ വിത്തുകളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വിത്താണ്. അതുകൊണ്ടാണ് നമ്മൾ നട്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇത് പാവലിൻ്റെയാണ് കേട്ടോ. ഇത് പാവലിൻ്റെ വിത്താണ്. ഏകദേശം ഒരു ഇതിനകത്തൊരു 60-70 കൂടുതൽ വിത്തുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 50 രൂപയാണ്. അപ്പോൾ ഇതിന് 50 രൂപയാണ്. അതേപോലെ വെണ്ടയ്ക്കയുടെ വിത്തിന് ഈ പറഞ്ഞ പോലെ 10 രൂപയുള്ളൂ. വെണ്ടയ്ക്കയുടെ വിത്തിന് 10 രൂപയുള്ളൂ. അതിനകത്തൊരു ഏകദേശം ഒരു 10-30 എണ്ണം ഉണ്ടാവും. 10-30 വിത്ത് കൂടുതലുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള വിത്താണ് VFPCക്ക് എന്ന് മേടിച്ചത്. ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണത്. VFPCക്ക് കർഷകരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണത്. അപ്പോൾ നമ്മളിത് വെണ്ടയുടെ വിത്ത് നമ്മളൊരു ഈ 10 വിത്ത് എടുക്കാനാണ് പോകണം. 10-15 വിത്ത് എടുത്തിട്ട് നമ്മൾ കുതിർക്കാനിടാൻ വേണ്ടി പോണേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് വെണ്ടയ്ക്കയുടെ വിത്ത് ഇടണുണ്ട് വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്തു. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ അതിനകത്തൊരു സൂഡോമോണോസ് കേട്ടോ. അപ്പോൾ ഇത് സൂഡോമോണസിൻ്റെ ലിക്വിഡാണ്. പൊടിയായിട്ടും കിട്ടുമല്ലോ അമ്മേ, പൊടിയായിട്ടും കിട്ടുമല്ലോ ഇതിൻ്റെ. അപ്പോൾ ഇതൊരു 5 ml ആണ് ഇടേണ്ടത്. അഞ്ച് ml സൂഡോമോണോസ് നമ്മൾ ഈ 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് കലക്കണം. അപ്പോൾ കലക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണേ, കലക്കാൻ വേണ്ടിയൊരു സാധനമാണ് നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന സംഭവം കിട്ടി. കറക്റ്റായിട്ട് നമ്മുടെ പാത്രത്തിനുള്ളിൽ കയറുന്നുണ്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ കിടന്ന് ഇളക്കും. അപ്പോൾ നല്ലോണം ഇളകിയിട്ടുണ്ട് സൂഡോമോണോസ് വെള്ളത്തിൽ. അപ്പോൾ ഇനി നമ്മൾ ആ വിത്തുകൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടണം. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്കയുടെ വിത്തും പിന്നെ പാവലിൻ്റെ വിത്തൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഞാൻ പാവലിടുന്നില്ല. ഓൾറെഡി പാവൽ നമ്മുടെ അടുത്ത് കുറച്ചുണ്ട്. അപ്പോൾ പയറാണെങ്കിലും ഉണ്ട്. അപ്പോൾ 2-3 പാവലും വെണ്ടയ്ക്കയാണ് കൂടുതൽ എടുത്തേക്കണം. അപ്പോൾ കുറച്ചധികം വെണ്ടയുടെ വിത്തും പിന്നെ കുറച്ച് പടവലങ്ങയും പിന്നെ കുറച്ച് പയറിൻ്റെ വിത്തും കൂടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ സൂഡോമോണസിൽ അപ്പോൾ വിത്തുകൾ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. കുറച്ച് വെണ്ടയ്ക്കയുടെ വിത്തുകൾ വെള്ളത്തിൻ്റെ അടിയിലും കിടക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നാളെ രാവിലെ അതെടുത്ത് നമ്മൾ നടും, അത് മുളയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ഗ്രോ ബാഗിലോട്ട് മാറ്റുള്ളൂ. അത് വളർന്നതിന് ശേഷം ഏകദേശം ഇത്രയും വലുതായതിന് ശേഷമാണ് ഞങ്ങൾ ഗ്രോ ബാഗിലോട്ട് മാറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് VFPCക്കാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ വീണ്ടും VFPCക്കാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ അത് നല്ലൊരു സ്ഥാപനമാണ്. നമുക്ക് പോയി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമായിരിക്കും അവിടെ പോയി കാണാൻ. അത്രയും പ്രകൃതി രമണീയമായ എന്നൊക്കെ പറയണ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിത്തുകളുണ്ട്, ചെടികളുമുണ്ട്. അത്യാവശ്യം നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറേയധികം ചെടികളും വിത്തുകളും മേടിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കൃഷി ഏതാണ്ട് കഴിഞ്ഞ് നല്ല മൂടലുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണ് ഇട്ടേക്കണില്ല. ഇത് മണ്ണൊക്കെ ക്ലിയർ ചെയ്യണം. ഇതിനകത്ത് കുറേ തുളസിയുണ്ട്, പിന്നെ വെണ്ടക്കയുടെ വിത്തൊക്കെ ഉണ്ട്. അതായത് വെണ്ടക്കയുടെ ഒക്കെ എടുത്ത് മാറ്റി. അപ്പോൾ ഇത് നാളെ ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഫുഡ് ബ്ലോഗും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു റെസിപ്പിയും കൂടി നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് കൊണ്ടുവരുന്നത്, ഇന്ന് ചെയ്യുന്നത് എന്താണ് റെസിപ്പി? അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ ഹലുവയും പിന്നെ വേറെന്താ പറഞ്ഞത്?
കഞ്ഞിവെള്ളം അപ്പോൾ നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ അലുവയും ചെറുപയറ്റിൻ പരിപ്പിൻ്റെ ഒരു ഡ്രിങ്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പണ്ട് കുട്ടികൾക്കൊക്കെ അല്ലേ, പണ്ട് കുട്ടികൾക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്കൊക്കെ ചെറുപ്പത്തിൽ കുറേ അധികം നമ്മൾ കുടിച്ചിട്ടുണ്ട് ആ സാധനം. അപ്പോൾ ആ 2 റെസിപ്പീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോണത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴോട്ട് പോകും. അധികം നനക്കാൻ നിൽക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി എല്ലാം മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ നനക്കുന്നില്ല. അപ്പോൾ പോവാം അടുക്കളയിൽ. അപ്പോൾ നേരെ ഇനി അടുക്കളയിൽ പോകാം. നമ്മുടെ കൃഷിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ വന്നു. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഫുഡ് റെസിപ്പിയാണ്. അത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഏത്തപ്പഴത്തിൻ്റെ അലുവ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അലുവ എന്ന് പറയുന്ന സാധനം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ ഏത്തപ്പഴത്തിൻ്റെ അലുവയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ഏത്തപ്പഴത്തിൻ്റെ അലുവ ഉണ്ടാക്കാൻ വേണ്ടി നോർമലി നമുക്ക് ഏത്തപ്പഴം തന്നെ വേണം. അപ്പോൾ ഏത്തപ്പഴം 2 ഏത്തപ്പഴമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇത് വെളിച്ചെണ്ണയാണ്, ഇത് പഞ്ചസാര, പിന്നെ ഇത് ഏലക്കപ്പൊടി. ഏലക്ക നേരത്തെ തന്നെ പൊടിച്ച് വെച്ചു. ഏലക്ക അപ്പോൾ ഏലക്ക നേരത്തെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏലക്ക പൊടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഈ കല്ലാണ് കേട്ടോ. അപ്പോൾ ഏലക്ക ഞാൻ ഇങ്ങനെ കൈ കൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇന്നലെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഇന്നലത്തെ ബ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ഇന്നലെ നമ്മുടെ എന്താണ് മൈദപ്പൊടി കുഴക്കണ സമയത്ത് ഞാനിങ്ങനെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാത്രം ഒന്ന് താഴെ മുട്ടി വീണില്ല, എന്തോ ഭാഗ്യം. അപ്പോൾ അമ്മ പറയണായിരുന്നു സാധനം ഇങ്ങനെ കൈ കൊണ്ട് ആക്കല്ലേ എന്ന്. ഞാനിങ്ങനെ ഈ കല്ലിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നായിരുന്നു. എന്താണ് ചിരിക്കണത്? അപ്പോൾ ഈ കല്ലിന് കുറഞ്ഞതൊരു 40-50 വർഷം പഴക്കമുണ്ടാവും. ഇത് അമ്മക്ക് അല്ലേ, ആരേതാ? അപ്പച്ചി. ഏതപ്പച്ചി? അച്ഛൻ്റെ മൂത്ത ചേച്ചിയാ. അതാ പേരെന്താണ്? മാണിക്കാബായി. എവിടെയുള്ള? നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ. ഞാൻ ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെയാണ്. അമ്മയുടെ അച്ഛൻ്റെ മൂത്ത പെങ്ങള്, മൂത്ത ചേച്ചി തന്നതാണ് അമ്മക്ക്. ഈ നമ്മുടെ എന്താണ് തൊട്ടിൽ വെക്കുമ്പോൾ ആര് തൊട്ടിൽ വെക്കുമ്പോൾ അല്ലേ? അപ്പോൾ തൊട്ടിൽ വെക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ നമ്മുടെ കല്ലായിട്ട് റിലേറ്റഡ് ആണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിന് വേണ്ടി അമ്മക്ക് കൊടുത്താണ്. ഏകദേശം ഒരു 40-42 വയസ്സ് കൂടുതലുണ്ടാവും ഈ കല്ലിന്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ബലഭദ്രു എന്ന് പറയാം. അതെനിക്ക് മലയാളത്തിൽ പറയാൻ അറിയില്ല. അപ്പോൾ ആ കല്ലാണ് ഈ കല്ല്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്റ്റോറീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി പഴം മുറിക്കണം. പഴം മുറിച്ചതിന് ശേഷം ബാക്കി ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ തന്നെ ചീനച്ചട്ടി ചൂടാക്കി. അപ്പോൾ അതിനകത്ത് നമ്മൾ എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമ്മൾ നമ്മുടെ പഴം മുറിക്കും. അപ്പോൾ അധികം സമയം വേസ്റ്റ് ചെയ്യണ്ട. പഴം നല്ല പഴുത്ത പഴമാണെങ്കിലാണ് നമ്മുടെ അലുവ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അപ്പോൾ തൊലി കറുത്താന്ന് പറഞ്ഞിട്ട് ഒന്നും വിചാരിക്കരുത്. ഇത് നല്ല പഴുത്ത പഴമാണ്. അതുകൊണ്ടാണ് ഇതിന് അലുവക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത്രയും പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ മാക്സിമം നല്ല പഴുത്ത പഴം എടുക്കുക അല്ലേ? നല്ല പഴുത്ത പഴം വേണം കേട്ടോ ഏത്തക്ക അലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ചീനച്ചട്ടി ഇങ്ങനെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ അടുത്തത് നമ്മളെന്ന് വെച്ചാൽ അടുത്തത് നമ്മുടെ പഴം ഇതിനകത്തിട്ട് വറുക്കണം. അപ്പോൾ നമ്മൾ പഴം ചീനച്ചട്ടിയിലിട്ട് വറുക്കാൻ വേണ്ടി പോണേന്. അപ്പോൾ അതേപോലെ അത് പൊക്കത്തും താഴോട്ടാക്കി നമ്മൾ ഇളക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡിലും നല്ല ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ പഴത്തിൻ്റെ തൊലി കളഞ്ഞ് അതും മുറിക്കണം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളാണ് ഒന്ന് ചട്ടകം, നമ്മളൊന്ന് കോരി. എന്ത് ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ 2 സാധനം ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ചട്ടകം വേണ്ട, അതുകൊണ്ട് നമ്മൾ ചട്ടകം യൂസ് ചെയ്തിട്ടില്ല. നമ്മളെ കോരി മാത്രം നമ്മളിന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയം എടുക്കും ഇത് ഫ്രൈ ആകാൻ വേണ്ടി. അത്യാവശ്യം നല്ല സമയം എടുക്കും. ഈ വാഴപ്പഴം നല്ല ഡീപ്പ് ഫ്രൈ ആകണം കേട്ടോ. അപ്പോൾ ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ നല്ലൊരു കളർ വരും. എന്ത് കളറാണ്? ഒരു ബ്രൗൺ കളർ. യെസ്, ഒരു ബ്രൗൺ കളർ വരും. അപ്പോൾ ആ സമയത്താണ് നമ്മളിതെടുത്തിട്ട് പാത്രത്തിലെടുത്ത് മാറ്റണം അല്ലേ? അപ്പോൾ അത്യാവശ്യം ബ്രൗണിലോട്ട് വന്നുകൊണ്ടിരിക്കണേണ്.
അപ്പോൾ ഫുൾ ടൈം ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം നമ്മൾ കേട്ടോ. വെച്ചിട്ട് എവിടെയെങ്കിലും സീരിയൽ കാണാനോ അമ്മ ചിരിക്കട്ടെ കേട്ടോ. അപ്പോൾ സീരിയൽ കാണാനോ വർത്താനം പറയാനോ മൊബൈലിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വേറെ രീതിയിലോട്ട് മാറും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഫ്രൈ ആയി പോകാൻ പാടില്ല. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും, അത് ഉറപ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൗൺ കളറിലോട്ട് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഗ്യാസ് ഒന്ന് ചെറുതാക്കി, അപ്പോൾ ബ്രൗൺ കളറിലായി ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യാൻ വേണ്ടി പോകണേ. ആ ചൂട് പോണ മുമ്പ് അല്ലേ, ആ ചൂട് പോണ മുമ്പ് തന്നെ ആ പഞ്ചസാര നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ചൂടോടെ തന്നെ ആ ഓയിൽ ഫീൽ ഉണ്ടാവില്ല അതിനകത്ത്. അപ്പോൾ അത് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ അത് അതിനകത്ത് പറ്റി പിടിക്കും. പിന്നെ നോർമലി പഞ്ചസാര അലിയുമ്പോൾ അതായിട്ടൊന്ന് എന്താ പറയുക, അവരായിട്ട് കമ്പനിയാകും, പിന്നെ അത് ഒട്ടി സെറ്റാവും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പഴവും ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ തിന്നാല് മധുരം ഉണ്ടാവൂല, പഞ്ചസാര ഇട്ടില്ലേ? പറ, ഇതിൽ നോക്കി പറ. പഞ്ചസാര ഇട്ട് കഴിയുമ്പോ അപ്പൊ തന്നെ കഴിച്ചാല് മധുരം കിട്ടൂല, നാളത്തേക്ക് അത് ശരിയാവുള്ളൂ. ഓ മൈ ഗോഡ്. അപ്പോൾ ഇത് കഴിക്കണമെങ്കിൽ നാളത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം. മറ്റേ നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ഡിഷ് ഉണ്ടാക്കിയത് സ്വീറ്റ് ഡയമണ്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വെയിറ്റ് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ 3-4 മണിക്കൂർ അത് വെച്ച് കഴിയുമ്പോഴാണ് തണുക്കുള്ളൂ. അപ്പോൾ നിങ്ങളാരെങ്കിലും ആ സ്വീറ്റ് ഡയമണ്ടിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ എൻ്റെ ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരാം. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പഴം ഇവിടെ പഴുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പഴം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അതിനും ഒരു ബ്രൗൺ കളർ വരുന്നുണ്ട്. നമ്മുടെ ആദ്യം യെല്ലോ കളറിൽ നിന്ന് മാറി ബ്രൗൺ കളറിലോട്ടാകും അല്ലേ? അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് കഴിക്കണമെങ്കിൽ നമുക്ക് നാളെ മോർണിംഗ് വരെയും വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മുടെ രണ്ട് ഏത്തപ്പഴവും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ പഞ്ചസാര ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പോണേന് ആഡ് ചെയ്യല്ലേ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഏലക്കയും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടോ. എല്ലാം കൂടി ഇപ്പം ഇനി ചൂടോടെ അത് ആഹാ നല്ല മണമെൻ്റെ ഏലക്കട. അതിപ്പോൾ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഏകദേശം എല്ലാം കൂടി അതൊന്ന് മിക്സായി വരും. അപ്പോൾ ഏകദേശം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ. പക്ഷേ എന്നാലും ആ പഞ്ചസാര എല്ലാം സെറ്റായി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏത്തക്കയുടെ അലുവ റെഡി ആയിട്ടോ. ഇത്തിരി സിമ്പിളായിട്ടുള്ളൂ, സിമ്പിൾ സംഭവമാണ്. നമുക്ക് ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ രാവിലെ ഒരു ടൈം പാസിന് വേണമെങ്കിലും അത് ഉണ്ടാക്കാം അല്ലേ, ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇനി അലുവ എന്തുവന്നാലും നമുക്ക് നാളെ രാവിലെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു ഡിഷും കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡിഷ് നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ ഹലുവയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ചെയ്യാൻ വേണ്ടത് ചെറുപയറ്റിൻ പരിപ്പിൻ്റെ ഒരു കഞ്ഞി പോലത്തെ ഒരു സംഭവമാണ് ചെയ്യാൻ വേണ്ടത്. ഇത് പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴും പിന്നെ പ്രായമുള്ളവർക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഡിഷാണ് കേട്ടത്. കാരണം ഇത് നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും, നല്ല വയറ്റിന് നമുക്ക് നല്ല തണുപ്പാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഇത് ചൂടുകാലത്തൊക്കെ കൂടുതലായിട്ട് ആൾക്കാരൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമ്മുടെ കൊമ്മ്യൂണീസിൻ്റെ ഇടയിൽ നമ്മൾ അധികം ആൾക്കാർ അല്ലേ, കൊമ്മ്യൂണീസിൻ്റെ ഇടയിൽ നമ്മൾ ആൾക്കാർ ചെയ്യുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ചെറുപയറ്റിൻ പരിപ്പിൻ്റെ കഞ്ഞി എന്ന് വേണമെങ്കിൽ ഇതിനെ പേര് പറയാം. അപ്പോൾ നമുക്കതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ചെറുപയറ്റിൻ പരിപ്പാണ് വേണ്ടത്. പിന്നീട് വേണ്ടത് ഇതിന് പഞ്ചസാരയാണ്. പിന്നെ വേണ്ടത് ഏലക്ക, പിന്നെ വെള്ളം. അപ്പോൾ ഈ 4 കൂട്ടോടെ നമുക്ക് ചെറുപയറ്റിൻ പരിപ്പിൻ്റെ കഞ്ഞി എന്ന സംഭവം ചെറുപയറ്റിൻ പരിപ്പിൻ്റെ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചെറുപയറ്റിൻ പരിപ്പ് നല്ലോണം കഴുകണം. ഇത് പരിപ്പ് പായസത്തിന് എടുക്കണ പരിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ പായസം എന്ന് വേണമെങ്കിൽ പറയാം. ചെറുപയറ്റിൻ പരിപ്പിൻ്റെ പായസം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം കേട്ടോ. പരിപ്പ് കഴുകി കഴിഞ്ഞു, ഇനി നമുക്കത് വേവിക്കണം. അപ്പോൾ നമ്മൾ വേവിക്കാൻ പോകണം ഇതിനാന്ന് വെച്ചാൽ നമ്മുടെ ചായ ഉണ്ടാക്കണ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. കുറച്ച് ക്വാളിറ്റിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പാത്രം മതി. നമ്മൾ പാത്രത്തിലോട്ട് ഇട്ടു, വെള്ളം അത്യാവശ്യം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ അത്യാവശ്യം ഒരു എത്ര സമയം എടുക്കാമേ?
ഒരു 10 മിനിറ്റോളം നമുക്കിത് വേവാനായിട്ട് സമയമെടുക്കും. നമ്മുടെ ചാനലിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്താണെന്ന് മനസ്സിലായെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അയക്കാം. ഇത് എനിക്ക് തോന്നുന്നത് എത്ര നാളായി വെച്ചിട്ട് ഒരു 6-7 മാസമായി ഈ സാധനം ഇവിടെ ഇരിക്കണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതെന്താണെന്ന് ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. ചെറുപയറ്റിൻ പരിപ്പ് വെന്തു, അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ അതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ആഡ് ചെയ്യാം. ഇത് നമ്മൾ മാറ്റി വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അച്ഛന് ഷുഗർ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പോൾ കുറച്ച് ആണ് യൂസ് ചെയ്തേക്കുന്നത് പഞ്ചസാര. നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ ഏലക്കപ്പൊടി അത്യാവശ്യം നല്ലൊരു സ്മെല്ല് അല്ലേ, നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഏലക്കയും കൂടി ആഡ് ചെയ്യാനകത്ത് നല്ല ഫീൽ ഗുഡായിരിക്കും അല്ലേ. ആ ഏലക്കയുടെ വേണം. ഏത്തപ്പഴത്തിൻ്റെ അലുവയും പിന്നെ നമ്മുടെ ചെറുപയറ്റിൻ പരിപ്പിൻ്റെ കഞ്ഞി. അപ്പോൾ നമ്മുടെ 2 ഡിഷും റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇതിന് ചെയ്യാനെടുത്ത സമയം വെറും അരമണിക്കൂർ എടുത്താണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ചെറിയ ഡിഷുകളാണ്, എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഡിഷാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ അലുവയും ചെറുപയറ്റിൻ പരിപ്പിൻ്റെ പായസവും എല്ലാം അടിപൊളിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ പയറിൻ്റെ ചെടി ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ളതുകൊണ്ട് നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാറ്റുണ്ടായി. അപ്പോൾ അതിനെന്തെങ്കിലും പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ചെറിയ തുള്ളി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സമയത്ത് ഇവിടെ വെച്ച് ചെയ്യാം. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുപയറ്റിൻ പരിപ്പിൻ്റെ പായസം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കിഡ്ലൻ സ്വാദാണ്. അതേപോലെ നമ്മുടെ ഹലുവ ഏത്തപ്പഴത്തിൻ്റെ പുളി 2 ദിവസം കൂടി ഇത് വെക്കണമെങ്കിൽ ഇനിയും അടിപൊളിയാവും. ഇത് കുറച്ചും കൂടി സെറ്റാവും കേട്ടോ പാകം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ 2 ദിവസം നമ്മൾ വെക്കണമെങ്കിൽ നല്ല ഹാർഡാവും, കിഡ്ലൻ ടേസ്റ്റ് ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം നല്ല മഴയുണ്ട്. ഞാൻ ക്യാമറയും കൊണ്ട് പോയില്ലെങ്കിൽ അറിയും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ. മഴ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നമ്മളവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് നന്നായി നനഞ്ഞാണ് ക്യാമറ നനഞ്ഞു. ഞാനും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ